ജയന്ത്, ഒരുപക്ഷെ താങ്കളോട് ചോദ്യം ചോദിക്കേണ്ടി വരുന്നത് പോലും സങ്കടകരമാണ്. ഒരുപക്ഷെ ആ മുറിവൊക്കെ ഉണങ്ങി വരുന്ന ഒരു സമയമായിരിക്കാം. എന്തൊക്കെയാണ് എങ്കിലും ഒരു സഹോദരി നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു വേദന അത് ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ഒന്നാണല്ലോ. എന്തായിരുന്നു ആ സംഭവം എന്ന് വളരെ പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റുമോ? ശ്രീ ജയന്ത്, കേൾക്കാമെങ്കിൽ. കേൾക്കാം പറയൂ സാർ. ഇന്നിപ്പം നല്ലൊരു അനന്യ ഭട്ടിന്റെ അമ്മ ഇന്ന് സുജാത ഇന്ന് മംഗലാപുരം എസ് പിക്ക് ഇപ്പം പരാതി കൊടുത്തിട്ട് വന്നു. അതിന്റെ പ്രകാരമായിട്ട് ഇപ്പം ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ ഇന്നിപ്പം എഫ്ഐആർ ചെയ്യാനായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഇപ്പൊ ആരൊക്കെ അവരവിടെയൊക്കെ കാണാതായിട്ടുണ്ട്, അവർക്കെല്ലാം പരാതി കൊടുക്കാമെന്നുള്ള ഒരു വ്യവസ്ഥയും കൂടി എത്തിയിട്ടുണ്ടെന്ന് നമുക്കിപ്പം പറയാം. ഒത്തിരി വർഷം കൊണ്ട് ഇവിടെ വന്ന് പരാതി കൊടുക്കാൻ പോയപ്പോ അവര് പോലീസ് സ്റ്റേഷനിൽ പരാതി എടുത്തില്ല. അവരെ ഓടിച്ചു വിട്ടെങ്കിലും അടിച്ചു വിട്ടെങ്കിലും മർദ്ദിച്ചെങ്കിലും നേരായിട്ട് ഇപ്പം വന്നിട്ട് നേരായിട്ട് മംഗലാപുരം എസ് പിക്ക് ആണെങ്കിലും ഒരു പരാതി കൊടുക്കാം. ഇപ്പൊ എവിടെയെങ്കിലും ഇപ്പൊ ഈ ഒരു പുള്ളി പറഞ്ഞല്ലോ ഇപ്പൊ അവിടെ ഒത്തിരി ആൾക്കാരെ മർഡർ ചെയ്ത് കൊല ചെയ്തെന്നൊക്കെ, എവിടെയെങ്കിലും ബോഡി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ടെസ്റ്റിങ് കഴിയുമ്പോൾ ഈ പരാതി കൊടുത്തവരെ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് അവരുടെ ബ്ലഡ് ആയിട്ട് അങ്ങനെ ടെസ്റ്റ് തീർച്ചയായും അങ്ങനെ DNA പരിശോധനയിലൂടെ ഈ പരാതിക്കാരുടേതാണോ എന്നൊക്കെ അറിയാനുള്ള സംവിധാനമുണ്ട്. അതെ അത് ചെയ്യുന്നവർ ഇതാക്കി നടന്നുകൊണ്ടുണ്ട്. ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം ആയിക്കൊണ്ടുണ്ട്. റൈറ്റ്. ഈ താങ്കളുമായി ബന്ധപ്പെട്ട ഈ സംഭവം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പല്ലേ നടന്നത്? സാർ, ഇത് എന്റെ കുടുംബത്തെ പത്മനാഥ 1987 86 ഡിസംബറിൽ കാണാതെ 87 മൃതദേഹം കിട്ടുന്നത്. അത് കയ്യും കാലും കെട്ടിയായിട്ട്, അത് അസ്ഥി കൂടാ കിട്ടിയത്. അതിനകത്തൊരു വാച്ചും പിന്നെ ഡ്രസ്സിനകത്ത് മനസ്സിലായത് 56 ദിവസം കഴിഞ്ഞിട്ട് ഈ ബോഡി കിട്ടുന്നത്. അന്ന് പറഞ്ഞില്ല ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞില്ലായിരുന്നു. അന്നേരം ഈ പത്മനാഥന്റെ അച്ഛനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതവിടെ ഗ്രാമത്തെ ഇലക്ഷൻ നിന്നത് മെയിനായിട്ട് അതാണ്. ഇലക്ഷൻ നിന്ന് കഴിഞ്ഞുകൊണ്ട് അവർ ഏൽപ്പിച്ചത് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കൊച്ചിനെ പത്മനാഥത്തെ കാണാതെ ആയപ്പോ സ്കൂളിൽ പോയി പ്രിൻസിപ്പാളിനോട് ചോദിക്കുമ്പോ പുള്ളി പറഞ്ഞ എന്തിനാ നിങ്ങൾ ഇലക്ഷൻ നിൽക്കാൻ പോകുന്നത്, എന്തിനാ അത്ര വലിയ വ്യക്തിന്റെ ഓപ്പോസിറ്റ് നിന്ന് മനസ്സിലാക്കുന്ന എന്തിനാണ് ചോദിക്കുന്നത് അവർ. അത് മനസ്സിലായല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നോമിനേഷൻ കൊടുത്തത് റിട്ടേൺ എടുപ്പിച്ചവര്. എടുപ്പിച്ചു കഴിഞ്ഞാലും കൊച്ചു വന്നില്ല. അത് കഴിഞ്ഞ് വരുന്നത് ഡെഡ് ബോഡിയാ. എന്നാലും ഇതില് എന്റെ എല്ലാം പറഞ്ഞു അസ്ഥിമിന്റെ മഞ്ചരാന്ന് പറഞ്ഞ അതാ വന്നത്. ഇതേപോലെ തന്നെ സൗജന്യയുടെ ഇതേപോലെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. എന്നാലും അവിടെ സമരം കൂടി കഴിഞ്ഞപ്പോൾ ഇവർക്ക് ആർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ആയിട്ട് അത് സ്ഥലീയ പോലീസുമാർ 3 മാസം തനിക്ക് ചെയ്ത് അതിന് CID ചെയ്തു. അത് കഴിഞ്ഞ് CBI ചെയ്തു. CBI കഴിഞ്ഞ് പിന്നെ കോർട്ടിലായത് ആ സന്തോഷ് റാവു ആരോപിയല്ല, അവൻ ചെയ്തതല്ല, ഒരു രീതിയിലും മാച്ച് ആവുന്ന ഒരേ ഒരു എവിഡൻസും അവർ കിട്ടിയില്ല. ഈ സന്തോഷം എന്ന് പറഞ്ഞ പുള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ ശൃംഗേരി 200 കിലോമീറ്റർ ദൂരെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പുള്ളിയായിരുന്നു. പുള്ളിക്കെന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തിൽ കൂടെ പോയിട്ട് പൂജ ചെയ്യുന്നത്, മന്ത്രങ്ങൾ ജപം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു മെന്റാലിറ്റി ഉള്ളതാണ്. സന്തോഷ് റാവെന്ന് പറഞ്ഞ ഈ സൗജന്യ കൊല ചെയ്തെന്ന് പറഞ്ഞ പുള്ളിനെ വിളിക്കുന്ന പുള്ളി 11-ാം തീയതി പുള്ളിനെ ഇവിടെ അമ്പലത്തിന്റെ മുമ്പിൽ നിന്ന് വൈകുന്നേരം 7 മണിക്ക് അറസ്റ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ അവിടത്തെ സൗജന്യയെ ആരൊക്കെ അത്യാചാരം ചെയ്ത് കൊന്നത് ഇവരെല്ലാം കൂടിയിട്ടാ ഈ സന്തോഷ് റാവിനെ പിടിച്ച പോലീസുമാർക്ക് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുകഴിഞ്ഞാന്ന് പറഞ്ഞാൽ ഈ 3 ദിവസം. എന്നാൽ 8-ാം തീയതി എങ്ങാണ്ട് അവിടെ ഇറങ്ങിയത്. 8-ാം തീയതി അവിടെ ശൃംഗേരി അമ്പലത്തിൽ പൂജ ചെയ്തുകൊണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 11-ാം തീയതി സുബ്രഹ്മണ്യത്തിൽ നിന്ന് ധർമ്മസ്ഥലം ധർമ്മസ്ഥലത്ത് ബസ് കാത്തുനിന്നിരിക്കുമ്പോഴാണ് പിടിച്ചോണ്ട് പോയത്. ഇതേപോലെ എത്ര പേര് ചെയ്തിട്ടുണ്ട്, എത്ര പേരും കൊണ്ട് കേസ് കെട്ടിയിട്ടുണ്ട്. അതായത് അന്നൊന്നും ഒരുപക്ഷെ താങ്കൾ ഈ ഓർമ്മിപ്പിച്ച വിഷയങ്ങൾ ഇത് 1987 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4 പതിറ്റാണ്ടോളം മുമ്പാണ്. ഒരുപക്ഷെ ആ സമയത്തൊക്കെ നമ്മുടെ സംവിധാനങ്ങളിൽ പിഴവുകൾ ഉണ്ടാകാം. പക്ഷേ ഇതിപ്പോൾ ഈ അടുത്ത കാലത്ത് പോലും ഇത്തരത്തിൽ ദുരൂഹമായ മരണങ്ങൾ അവിടെ സംഭവിക്കുന്നു എന്നത് അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതായി താങ്കൾക്ക് തോന്നുന്നില്ലേ? അപ്പോൾ അന്നുണ്ടായിരുന്നതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണോ താങ്കൾക്ക് തോന്നുന്നത്? അതെ, ശരിയാണ്. അത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞ സാറേ, ഇപ്പം 2016 VS ഉഗ്രപ്പ എന്ന് പറഞ്ഞിട്ട് ഇവിടെ MLC ആയിരുന്നു കർണാടകത്തെ. പുള്ളി തന്നെ ഒരു ആക്കിയിട്ടുണ്ട്.
എന്ന് പറഞ്ഞാൽ 2016 ആണെങ്കിൽ 2018 വരെ ചെയ്തിട്ട് 2018 സിദ്ധരാമയ്യ കൊടുത്തതും, അന്നത്തെ ഗവൺമെന്റ് സിദ്ധരാമയ്യ സർക്കാരിന് കൊടുത്തു. ഇത് എൻക്വയറി ചെയ്യണം, ഇതിനു വേണ്ടി ഒരു കമ്മിറ്റി റെഡിയാക്കണമെന്നാ. എന്നാൽ ഇതുവരെ ഒന്നും ആക്കിയിട്ടല്ല ഇതിന്. ഇതുവരെ അതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല. കുറെ കാശ് ചെലവ് ചെയ്ത് ഈ ഒരു എൻക്വയറി ചെയ്ത് ചെയ്യാനൊക്കെ. ആ ഒരു എൻക്വയറിക്ക് വന്നിട്ട് ഒരു റിപ്പോർട്ട് എന്താന്ന് വെച്ചെങ്കിൽ 3 ദിവസത്തിന്, അന്നേരം വർഷത്തിന് 100 പേര് ആരും അറിയാത്തവരെത്തി ചാവുന്നോണ്ടാണ് കൊടുത്തേക്കുന്നത്. അതൊന്നും കണക്കേ അല്ല, അത് കണക്കിനെ വരികയല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഗ്രാമത്തെ ആൾക്കാർക്ക്, കുറെ ആൾക്കാർ ഇപ്പൊ ധൈര്യം വന്നു, ഇതെന്തെങ്കിലും ആയി തീരും, ഇവർക്ക് ഇവരുടെ നേരെ നിൽക്കാൻ ആൾക്കാരുണ്ടെന്ന് പറയുമ്പോ ഇപ്പൊ ആൾക്കാർ മുമ്പിൽ വന്നോണ്ടുണ്ട്. എത്ര വേണമെന്നാണ് ചോദിക്കുന്നത്, എത്ര ലോഡ് അസ്ഥിപഞ്ജരം കിട്ടുമോന്ന് ചോദിക്കുന്നത് ഈ ഒരു ഗ്രാമത്ത് തന്നെ. ഇപ്പൊ ആൾക്കാർക്ക് ധൈര്യമായി. അതുകൊണ്ട് ഇപ്പൊ ഓരോ ആൾക്കാർ വന്നിട്ട് എന്താ പരാതി കൊടുക്കാൻ മുമ്പിലോട്ട് വന്നേക്കുന്നത്. ഇപ്പൊ പത്മനാഭേരി അതേപോലെ തന്നെയാ. അതിപ്പോ അസ്ഥിപഞ്ജരം ഉണ്ട്, അതെങ്ങനെയാ അസ്ഥിപഞ്ജരം എടുക്കാന്ന് അറിയാമല്ലോ, അതെങ്ങനെയാ മരിച്ചെന്ന്, അതോ കൊന്നതാണ് എന്താന്ന് അറിയാമല്ലോ. അതുകൊണ്ട് അതിപ്പോ നമ്മള് റീതനിക്കാണെന്ന് പറഞ്ഞ് നമ്മളെ സംഭവിക്കുന്നത്. ഇപ്പൊ ഒരാളൊന്നല്ല, ഒന്ന് വേദവല്ലി ടീച്ചറാ. അത് അവരുടെ സ്കൂളിൽ തന്നെ ടീച്ചറായിരുന്നു. അവർക്ക് പ്രിൻസിപ്പാളിന്റെ ഇതിനെ ഉള്ളയായിരുന്നു. അതിനെ പുള്ളിക്കാർക്ക് കൊടുത്തില്ല, അവർ കുടുംബക്കാർക്ക് കൊടുത്തു. അതിനു വേണ്ടിയിട്ട് മണ്ണെണ്ണ ഒഴിച്ചാൽ ജീവനത്തോടെ മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ കൊടുത്തതാണ് കത്തിച്ചത്. അതിന് കണ്ടോന്ന് കൊച്ചുണ്ട്, ആ കൊച്ചിനെ ഒരു കങ്കി എടുത്തിട്ടു. അങ്ങനെ ആ കൊച്ചിനെ തീർത്തു. പത്മനാഭന്റെ ഒരു സൈഡിൽ നിന്ന്. പിന്നെ ആനമുഖത്ത 2 പേര് ആങ്ങളും പെങ്ങളെ കൊന്നത്. അത് ആനമുഖത്ത് പറഞ്ഞാൽ അവിടെ ആനയെ നോക്കിക്കൊണ്ടിരുന്ന പുള്ളി ഒരു സ്ഥലത്തിന്റെ പ്രശ്നത്തിന് വേണ്ടിയിട്ട്, അത് അരക്കല്ലെന്ന് പറഞ്ഞു വലിയ കല്ല്, അത് എടുത്തിട്ട് തലേനെ മണ്ടിട്ടിട്ട് അവരെ കൊന്നത്. ഇതുപോലെ എത്രയോ പറയാം, 1, 2 അല്ല. പിന്നെ ഇനി ജോയി എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തിന് വേണ്ടിയിട്ട് പുള്ളിനെ ആക്സിഡന്റ് ആക്കിയിട്ട് കൊന്നത്. ഇതേപോലെ 1, 2 അല്ല. ഇത് നമ്മുടെ കണ്ണിന് ചെവിക്ക് കേട്ടത് മാത്രം, കേൾക്കാതെ ആയിരങ്ങളോളം ഇതുണ്ട് കൊല ആയിട്ടുണ്ട് ഇവിടെ. തീർച്ചയായും എന്തായാലും ഞെട്ടിക്കുന്ന